എൻ്റെ ഫ്രണ്ട് ചൂണ്ടയിട്ട് പിടിച്ചുകൊണ്ട് തന്ന മീനാണ്, അതുകൊണ്ട് വെട്ടിയ മീനല്ല. അപ്പോൾ നമ്മൾ ഫിഷ് മാർക്കറ്റിൽ നിന്നൊക്കെ മീൻ മേടിക്കുമ്പോൾ നമുക്കത് നല്ല വൃത്തിക്ക് വെട്ടി തരും. ഇതിപ്പോൾ ഞാനൊന്ന് പണിത് മൊത്തത്തിൽ ഒന്ന് അലങ്കോലമായിട്ടുണ്ട്. ഞാൻ സ്വന്തമായി കഷ്ടപ്പെട്ട് വെട്ടിയ മീനാണ്, അതാണ് ഇങ്ങനെ ഈ ഒരു പരുവത്തിലൊക്കെ ആയിപ്പോയത്. ഇതായിപ്പോൾ നമുക്കാണെങ്കിൽ കുരുമുളകും ഉപ്പും ഞാൻ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി. അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങളെടുക്കുന്ന മീനിൻ്റെ പരുവത്തിനല്ലേ നമ്മൾ പൊടികളിടാറുള്ളൂ. വളമൊന്നും പറയുന്നില്ല. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിപ്പൊടി ഇല്ലാത്തൊരു ഇഞ്ചി ചതച്ചിട്ട് കൊടുത്താലും മതി. ഇഞ്ചിപ്പൊടി, വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിടുന്നുണ്ട്, അതുകൊണ്ട് വെളുത്തുള്ളി ഇടുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മീനിലോട്ടിടാം. നമുക്ക് ഈ അളവ് മതിയോ എന്നുള്ളത് മീനിലോട്ട് ഇട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊടി കറക്റ്റാണ്. നമുക്കിനി ബാക്കിയുള്ളത് ഇതിൻ്റെ അകത്തോട്ടൊക്കെ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ ഒന്ന് വെച്ചിട്ട്, ഇത് കണ്ടില്ല, ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അകത്തോട്ടിട്ട് കൊടുക്കണം. ഇങ്ങനെ അകത്തോട്ട് നമ്മൾ മൊത്തത്തിൽ നമുക്കങ്ങ് കുളിപ്പിക്കാം. നമ്മൾ ഈ മീനിൻ്റെ ഈ വെട്ടിനിടയിലോട്ട് അരപ്പ് തേച്ചില്ലെങ്കിൽ നമ്മൾ ഈ പൊള്ളിച്ചൊക്കെ എടുക്കുമ്പോൾ, വറുത്തെടുക്കുമ്പോൾ അകത്തെ മാംസത്തിന് ഉപ്പും എരിയും ഒന്നും കാണില്ല, ടേസ്റ്റ് കാണില്ല, വെന്തിരിക്കത്തതേ ഉള്ളൂ. ഈ കട്ടിയുള്ള മീനല്ലേ, മാംസമുള്ള മീനല്ലേ, നമ്മൾ ഈ ഗ്യാപ്പുള്ളിടത്തെല്ലാം നമ്മൾ അരപ്പ് തേച്ച് പിടിപ്പിക്കണം. എല്ലാം കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലോട്ട് ഞാൻ മീൻ മാറ്റി ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി വരുന്നവരെ വെളിയിലിരിക്കാൻ പാടില്ല. മീനോ മാംസത്തിൻ്റെ ഒരു സാധനങ്ങൾ നമ്മൾ വെളിയിൽ വെക്കാൻ പാടില്ല. ഇതിനൊന്നും ഞാൻ അടച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. മല്ലിയിലയും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വൃത്തിയായിട്ട് കഴുകി നമുക്കത് മാറ്റി വെക്കണം, റെഡിയാക്കി വെക്കണം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് കടുകിടാം. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉലുവ ചൂടാക്കണം. നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉലുവ മൂത്ത് കിട്ടും. കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉള്ളി ഇടാം. ഇതിലേക്ക് പച്ചമുളക് കൂടി ഇട്ടു. കുറച്ചേറെ കറിവേപ്പില, നല്ലതാണ് കേട്ടോ, അതുകൂടി ഇട്ട് കൊടുക്കാം. വാഴയിലയിലൊക്കെ പൊള്ളിച്ച് എടുക്കുന്ന റെസിപ്പീസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഞാൻ ഇന്ന് ഉച്ചക്കത്തേക്കിന് എളുപ്പത്തിന് ഒരു പൊള്ളിക്കൽ പരിപാടിയാണ്. ഒരു കാര്യം മറന്നു പോയിട്ടോ, വെളുത്തുള്ളി അതാ പച്ചമുളക് ഇടുമ്പോൾ തന്നെ ഇടണം. ഞാൻ ഈ ഷൂട്ടിങ്ങും എല്ലാം കൂടി ശ്രദ്ധിക്കുമ്പോൾ ഇടയ്ക്ക് വിട്ടുപോയതാണ്, മറന്നു പോയതാണ്. എന്നാലും വെന്തുകൊള്ളും. നമ്മളിപ്പോൾ ഇനി മീനൊക്കെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവല്ലേ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മീനിന് ആവശ്യമുള്ള ഉപ്പ് മാത്രമാണ് അവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ഉള്ളി വഴറ്റുന്നതിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇതിലും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്ത് ഡിന്നറിനൊക്കെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ഓരോ റെസിപ്പി ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ നമുക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട്. കാരണം നാട്ടിലെ അവസ്ഥകളൊക്കെ നമുക്ക് നന്നായിട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. എങ്കിലും എന്താ പറയുക, ഇതൊക്കെ നമ്മൾ കിച്ചണിൽ ചെയ്യുമ്പോൾ ഇത് കാരണം വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാരപ്പോൾ. നമ്മൾ ആ അപ്ഡേറ്റ് നമ്മുടെ ചാനലിനകത്ത് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. നാട്ടിലെ
ആൾക്കാരുടെ മാനസികാവസ്ഥകളൊക്കെ മനസ്സിലാക്കി തന്നെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. നമ്മൾക്കും ഇവിടെ അങ്ങനെ വലിയ സന്തോഷങ്ങളൊന്നുമില്ല. പുറത്ത് പോക്കോ ഔട്ടിങ്ങോ ഫാമിലി ഗെറ്റ് ടുഗതറോ ഒന്നുമില്ല ഇവിടെ. ഇതിനകത്ത് തന്നെയുള്ള ജീവിതമാണ്, 4 ചുവരുകൾക്കുള്ളിലുള്ള ജീവിതമാണ്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. എപ്പോഴും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കാരണം പലരും ചിന്തിക്കും ഇത്രയും അവസ്ഥ ബുദ്ധിമുട്ടായിരിക്കുമ്പോഴാണോ മീൻ ഫിഷ് പൊള്ളിച്ചൊക്കെ ഇടുന്നതെന്ന്. ഒരു അപ്ഡേഷൻ മാത്രം എന്നുള്ളതേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് എപ്പോഴും പ്രാർത്ഥനയിലാണ്. അപ്പോൾ എല്ലാം മാറും. നമ്മളിതിനെയൊക്കെ ഓവർകം ചെയ്യും. സന്തോഷമുള്ള ദിനങ്ങളും നാളുകളും നമുക്കിനിയും ഉണ്ടാവും. അതാണ് ഒരു പോസിറ്റീവ്നെസ് അല്ലേ എപ്പോഴും വേണ്ടത്. ഉള്ളി ഇത്രയും ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണം. അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴലട്ടെ. ഉള്ളി ഇപ്പോൾ വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി, നമ്മൾ മീനിന് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമുക്കിതാ നമ്മുടെ മീനിനെ അങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ പുറത്തോട്ടും ഒക്കെ ആക്കി വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. കാരണം ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഉണ്ട്. അടച്ച് വെച്ച് തീ കുറച്ചിട്ട് ഞാൻ വെച്ചേക്കാണ്. നമുക്കിനി ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മല്ലിയില അരിഞ്ഞ് വെക്കാം. നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പം നമുക്ക് അരിഞ്ഞ മല്ലിയില ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സുന്ദര കുട്ടപ്പനായി നമ്മുടെ മീൻ. ഈ തുറന്ന് വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ എണ്ണയിലൊന്നിരുന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.